വൈകുന്നേരത്തെ സെഷനിൽ ഞാൻ ഒരു വിഷയം പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മകൻ നിര്യാണം പ്രാപിച്ച ദിവസം, മരണപ്പെട്ട ദിവസം, വഫാത്തായ ദിവസം 3 ആൺകുട്ടികളാണ് അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായത്. ആ 3 ആൺകുട്ടികളും അധികം വൈകാതെ മരണപ്പെടുകയും ചെയ്തു. അതിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇബ്രാഹിം. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ സങ്കടമായി. ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചു. കുഞ്ഞു മോനെ ഇബ്രാഹിമേ, നിന്റെ നിര്യാണത്തിൽ ഞങ്ങളൊക്കെ വലിയ ദുഃഖിതരാണ്. അന്ന് മദീനയിൽ ഗ്രഹണം ബാധിച്ചു. ആ ദിവസം ക്രിസ്തബ്ദം 632 ജനുവരി 27 ക്രിസ്തബ്ദം 632 ജനുവരി 27. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹദീസിൽ കാണാമെന്ന് മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായി. ചിലരൊക്കെ പറയാൻ തുടങ്ങി അത് അള്ളാഹിന്റെ റസൂലിന്റെ മകൻ മരണം പ്രാപിച്ചിട്ട് പ്രകൃതി അനുശോചിക്കുകയാണ്. അന്ന് ഗ്രഹണം ബാധിച്ചു എന്ന് ഹദീസിലൊക്കെയുണ്ട്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക സന്നാഹങ്ങളൊക്കെ വലിയ അതിശയകരമായ നിലയിൽ വികാസം പ്രാപിച്ച കാലമാണ്. ഇനി എന്നൊക്കെയാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക, ചന്ദ്രഗ്രഹണം ഉണ്ടാവുക എന്നൊക്കെ ഇന്നേ നമുക്ക് അതിൻ്റെ സൈറ്റുകളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നൊക്കെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ആ ദിവസം 632 ജനുവരി 27 എന്ന് പറയുന്ന ദിവസം മദീന വാസ് അണ്ടർ സൺ എക്ലിപ്റ്റിക്. മദീന സൂര്യഗ്രഹണത്തിന്റെ ചുവട്ടിലായിരുന്നു. കേവലം ഒരു വിശ്വാസം മാത്രമല്ല, ലോകാത്ഭുതങ്ങളിൽപ്പെട്ട വിശ്വാസം. ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തിന്റെ തെളിവുകൾ എന്നുള്ളത് അള്ളാഹിന്റെ റസൂലിന്റെ ലൈഫിലൂടെ, ജീവിതത്തിലൂടെ പറയാമെന്ന് വിചാരിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ മർമ്മം എന്നുള്ളത് കൊണ്ടാണ്. 2-3 കാര്യങ്ങൾ മാത്രം. നമുക്കൊക്കെ അനുഭവമുള്ള ഏറ്റവും വലിയ ലോക സത്യമാണെന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ എതിരഭിപ്രായമില്ലാത്ത ഐക്യകണ്ഠേന സർവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. വെള്ളം വലിക്കുന്നുണ്ട് എന്ന് കുറച്ച് തുറന്നോ. സമയത്തിന് ഏറ്റവും വലിയ വേഗതയാണ് എന്നുള്ളത് നമ്മളൊക്കെ ദിനേന പറയും. സമയത്തിന് ഭയങ്കര വേഗത. എത്ര പെട്ടെന്നാണ് രാവ് പകലാകുന്നത്, പകല് രാവാകുന്നത്, ആഴ്ചയോട് ആഴ്ചയാകുന്നത്, വെള്ളിയാഴ്ചയോട് വെള്ളിയാഴ്ചയാവുന്നത്, മാസത്തോട് മാസമാകുന്നത്. 5-ാം തീയതി ശമ്പളം ക്രെഡിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ശമ്പളം കിട്ടി വരുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ എത്ര 5-ാം തീയതികൾ, 10-ാം തീയതികൾ. എല്ലാ ആളുകൾക്കുമുള്ള അനുഭവമാണ് സമയം പെടുന്നനെയാണ് പോകുന്നത് എന്നുള്ളത്. കുടുംബത്തിൽ പുതിയ കുട്ടികൾ ജനിക്കുന്നു. നമ്മുടെ ഓർമ്മയിൽ അധികം വൈകാതെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണുന്ന സ്റ്റാറ്റസുകളിൽ ബർത്ത്ഡേ, 5-ാം ബർത്ത്ഡേ, 10-ാം ബർത്ത്ഡേ. നമുക്ക് പെട്ടെന്ന് തോന്നും, എത്ര പെട്ടെന്നാണ് ഈ കുട്ടിക്ക് 5 കൊല്ലം കഴിഞ്ഞത്, 5 വയസ്സായത്, 10 വയസ്സായത്. കഴിഞ്ഞ കൊല്ലം എന്ന പോലെയാണല്ലോ ഉള്ളത്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, വയസ്സിങ്ങെത്തി, വളരെ ഇങ്ങെത്തിയിരിക്കുന്നു. എപ്പോഴാണിതൊക്കെ? 10 കൊല്ലവും 20 കൊല്ലവും 30 കൊല്ലവും ഒക്കെ പോകുന്നത് ഐസലിയുന്ന പോലെ, ഉപ്പടിയുന്ന പോലെ, ഫാനിന്റെ പങ്കയുടെ പങ്കായം കറങ്ങുന്ന പോലെയാണ് കാലം കഴിയുന്നത്. ഇത് ലോകത്തെ സർവരുടെയും അനുഭവമാണ്. ഞാൻ പറയുന്നത്, ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ ലോക നേതാവ് സമയം പെടുന്നതിനെ തീരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പറഞ്ഞിട്ടില്ല. ഞാനത് എൻ്റെ ഒരു അവകാശവാദം പറയുകയല്ല, ഞാൻ എൻ്റെ ഒരു ഫഖർ പറയുകയല്ല. ജോഗ്രഫിയിൽ ഞാൻ PhD ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ശാസ്ത്രീയ ലോകത്ത് എന്തെങ്കിലും പ്രത്യേകം സ്റ്റഡീസ് ഉണ്ടോ?
ഭൂമിയുടെ കറക്കത്തിന് വേഗത കൂടി എന്നൊക്കെ പറയുന്ന ചില പഠനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിന് ന്യായമല്ല. കാരണം അവർ പറയുന്നത് ഒരു ആർക്ക് സെക്കൻഡിന്റെ വേഗത കൂടി എന്നൊക്കെയാണ്. ഒരു ആർക്ക് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡിനെ ഒരുപാട് മുറിച്ചാൽ അതിൻ്റെ ഒരു കഷ്ണത്തിന്റെ പേരാണ്. അതുകൊണ്ടൊന്നും സമയം ഈ മാതിരി പോക്ക് പോവില്ല. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അകക്കൺ തുറന്നൊന്നു നോക്കടാ മാടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കാടാ. മുഖക്കണ്ണടക്കുൽ തുറക്കട്ട മാടാ, പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ടു കാടാ. മലയാളത്തിന്റെ മഹാനായ കവി സുജായി മൊയ്തു മുസ്ലിയാർ. അദ്ദേഹം ഇത് നേരത്തെ കണ്ടറിഞ്ഞു. പൊട്ട മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോര് കൊട്ട. പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. കൂടുന്ന കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, കൂടുന്ന കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ കൂടിക്കൂടി വരുന്നു. ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. ഘടികാരത്തിലെ സൂചി അല്ലെങ്കിൽ അതിൻ്റെ പെണ്ടുളം ഇളകുന്ന പോലെ നിന്റെ ആയുസിന്റെ അടരുകൾ തീർന്നു പോവുകയാണ്. നാം നാവ് കൊണ്ട് പറയുന്ന ഏറ്റവും ശുദ്ധമായ ഒരു നുണയാണ്, വൃത്തിയുള്ള സുന്ദരമായ നുണയാണ്, സുന്ദരമായ നുണയാണ് വി ആർ ലിവിങ് നൗ എന്നുള്ളത്. നമ്മളിപ്പോൾ ജീവിക്കുകയാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജീവിക്കുകയല്ല, നമ്മളിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികമായി ഗടികൾ കണക്കിൻ നിന്നായുസിൻ തീർച്ച. തേടുന്നു അവകൾ മൺവീട്ടിലേക്ക്, പക്ഷേ തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. ഈ തീർന്നു പോകുന്ന കൊല്ലങ്ങളും മാസങ്ങളും ആഴ്ചകളും മണ്ണിന്റെ വീടായ ഖബറിലേക്കാണ് നമ്മളെ തേടുന്നതെങ്കിലും അതിൻ്റെ ഇടയിൽ കഥയൊന്നും അറിയാത്ത പോലെ നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ പൊന്നിൻ്റെ ഒരു പുര കെട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ഈ ഭാഗം ഓർത്തത്, ഈ കാലവും കൊല്ലവും മാസവും ആഴ്ചയും ഈ കഴിഞ്ഞു പോകുന്ന ഈ പ്രതിഭാസം, സയത്തി സമാനുൻ അലന്നാസ്, ആളുകൾ ഒരു കാലം കാണാനിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനം. ഏതാണ് ആ കാലത്തിന്റെ സവിശേഷത? യതഖാറബു ഫീഹി സമാൻ. ആ കാലത്ത് യതഖാറബു ഫീഹി സമാൻ, സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരും. ഫതകൂനു സനതു കശ്ശഹർ, ഒരു കൊല്ലം ഒരു മാസം പോലെ പോകും. വയകൂനു ശഹ്റു കൽ ജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെ പോകും. ഫതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ പോകും. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസമോ ഒരു മണിക്കൂർ പോലെ പോകും. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, ഒരു മണിക്കൂർ കണ്ണിമ ചിമ്മിത്തുറക്കുന്ന അത്രയും പെട്ടെന്നും തീർന്നു പോകുന്ന കാലം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? നമ്മുടെ അനുഭവത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. ഫതകൂനു സനതു കശ്ശഹർ, ഒരു കൊല്ലം മാസം പോലെ, മാസം ആഴ്ച പോലെ, ആഴ്ച ദിവസം പോലെ, ദിവസം മണിക്കൂർ നാഴിക പോലെ, നാഴിക നേരമോ ഒരു നിമിഷാംശം പോലെ മിന്നി മറയും. അത് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കൂടിയിട്ടൊന്നുമല്ല. നാം അവിടെ എത്തി, നമ്മളവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം ഭൗതികമായ ശാസ്ത്രീയ സത്യങ്ങളെയും ആധ്യാത്മികമായ പൊരുളുകളെയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ലക്ഷണം. അതാണ് വിജയത്തിന്റെ വഴി. സയതി സമാനുൻ അലന്നാസി ഫതകൂനു സനതു കശ്ശഹർ വയകൂനു ശഹ്റു കൽ ജുമുഅ ഫതകൂനുൽ ജുമുഅതു
കൽയൗമ യകൂനുൽ യൗമു കസ്സാഅ ഫതകൂനു സ്സാഅതു കതർഫത്തിൽ ലൈൻ എന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി. പുലർന്നില്ലേ. രണ്ടാമത്തെ ഹദീസ് നോക്ക്. എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് അന്ത്യനാൾ ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? മൽ മസ്ഊലു അഅലമു മിനസ് സായിൽ. മൽ മസ്ഊലു അഅലമു മിനസ് സായിൽ. ചോദിക്കപ്പെട്ടയാൾ ചോദ്യകർത്താവിനേക്കാളും ഈ വിഷയത്തിൽ പണ്ഡിതനല്ല എന്ന് പറഞ്ഞാൽ പല വ്യാഖ്യാനവും അതിനുണ്ട്. ഇത് നമുക്ക് രണ്ടുപേർക്കും പറയാൻ അർഹതപ്പെട്ട അവകാശപ്പെട്ട വിഷയമല്ലല്ലോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ എന്നർത്ഥം. അള്ളാഹുവിന്റെ അരികിലുള്ള കാര്യമല്ലേ, എപ്പോഴാണ് എന്നുള്ളത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഫഅഖ്ബിർനീ അൻ അമാറാത്തിഹാ. എപ്പോഴാണ് അന്ത്യനാൾ എന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ അടയാളങ്ങൾ പറഞ്ഞുതാ. എന്നാണെന്ന് പറയുന്നില്ലെങ്കിൽ ഏകദേശം ലക്ഷണം നോക്കി തീരുമാനിക്കാൻ കഴിയുന്ന വിധം അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തരീൻ. എന്തെന്തൊക്കെയാണ് കാഴ്ചകൾ ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക അന്ത്യനാൾ ആസന്നമാകുമ്പോൾ. അതാണ് ഈ പറയുന്നത് ഫഅഖ്ബിർനീ അൻ അമാറാത്തിഹാ, അതിന്റെ അടയാളങ്ങൾ പറഞ്ഞുതാ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ തുടങ്ങി ചില അടയാളങ്ങൾ. അൻതലിദൽ അമതു റബ്ബതഹാ, അൻതലിദൽ അമതു റബ്ബതഹാ വഅൻതറൽ ഹുഫാതൽ ലുറാതൽ ആലതരിയായ ഷാതി യതതാബലൂന ഫിൽ ബുന്യാൻ. എല്ലാ ഹദീസും സാമാര് അറിയുന്ന ആൾക്കാരാണ്, അറിയാത്തവർ മനപ്പാടാക്കണം. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തെളിവുകൾ. അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഏതൊക്കെയാണെന്നോ? അൻതലിദൽ അമതു റബ്ബതഹാ, അതിന്റെ വാക്കർത്ഥം എന്താണ്? അൻതലിദൽ അമതു റബ്ബതഹാ, അടിമസ്ത്രീ യജമാനനെ പ്രസവിക്കലാണ്, അടിമസ്ത്രീ യജമാനന് ജന്മം നൽകലാണ്, ദാസ്യ ഭൃത്യ യജമാനന് ജന്മം നൽകലാണ് ഒന്നാമത്തെ അടയാളം. വഅൻതറൽ ഹുഫാത, അറബ് സമൂഹത്തെ കുറിക്കുന്ന അറബികളെ സംബന്ധിക്കുന്ന സംസാരമാണ്. വഅൻതറൽ ഹുഫാത, നഗ്നപാതുകന്മാരായ, അല്ലുറാത്ത എന്ന് പറഞ്ഞാൽ കാലിന് ചെരുപ്പ് പോലും ഇല്ലാത്ത അല്ലുറാത്ത, വിവസ്ത്രന്മാരായ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അൽ ആലത്ത, ദരിദ്ര കുചേലന്മാരായ, ദിവസം ഒരു നേരം മാത്രം അടുക്കളയിൽ അടുപ്പ് പുകഞ്ഞിരുന്ന അത്രയും ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പരിവട്ടത്തിലും പരിക്ഷീണത്തിലും ജീവിച്ചിരുന്ന അറബികളെ കാണുകയാണ്, അറബികളെ കാണാൻ കഴിയും. മാത്രവുമല്ല റിയായ ഷാസ്, ഇവിടെ ബെന്യാമീൻ അല്ല ആദ്യമായിട്ട് ആടുജീവിതം എന്നുള്ള പ്രയോഗമൊന്നും കൊണ്ടുവന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറയുകയാണ് റിയായ ഷാസ്, ആടുജീവിതം നയിച്ചിരുന്ന അറബികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെ കാണാൻ കഴിയും? യതത്വാബലൂന ഫിൽ ബുന്യാൻ, നീളമുള്ള കെട്ടിടം, ആകാശം മുട്ടിക്കുന്ന അമ്പരചുംബികളായ രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പൊക്കുന്നതിൽ അവർ മത്സരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഹദീസിന്റെ വൃത്തി എത്ര വലിയ വൃത്തിയാണ്! പഴയ ഉസ്താദന്മാര് അൻതലിദൽ അമതു റബ്ബതഹ എന്നുള്ളതിന് പറഞ്ഞിരുന്ന ഉദാഹരണം എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? പഴയ ഉറുദി പറയാൻ വരുന്ന നല്ല നല്ല ഉസ്താദന്മാരില്ലേ, എന്നൊക്കെയല്ലേ എന്നെയൊക്കെ പോലെയുള്ള ഫാക്ടം പോസ് രാസവളം കെമിക്കൽ ഉസ്താദന്മാർ ഇറങ്ങിയത്. അന്നൊക്കെയുള്ളത് ഉള്ളുള്ള വലിയ ബലമുള്ള സ്വാലിഹീങ്ങളായ മുഖ്ലിസീങ്ങളായ ഉസ്താദന്മാരല്ലേ. അവർ പറഞ്ഞിരുന്ന ഉദാഹരണം എന്താ? കാര്യങ്ങളൊക്കെ അട്ടിമറിയലാണ്, ചിത്രങ്ങളൊക്കെ മാറുക. ഇതാ നമ്മൾ ഈ അതിമനോഹരമായ ഈ പന്തൽ വളരെ വളരെ എന്താ പറയുക, നയനാനന്ദകരമായ, കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അലങ്കരിച്ച് വെച്ച ഈ പന്തൽ, മനോഹരമായി ഡെക്കറേഷൻസ്. ഇവിടെയുള്ള ഈ ലൈറ്റൊക്കെ നോക്കി താഴോട്ടാണ് തൂങ്ങിയത്. അവരെന്ന് പറഞ്ഞിരുന്ന ഉദാഹരണമാണ്. വിളക്കൊക്കെ ഇന്ന് താഴോട്ടാണ്, ബൾബുകൾ. പക്ഷേ മുമ്പൊക്കെ വിളക്ക് മുകളിലോട്ടാണ്. പാട്ട വിളക്കിലും മണ്ണെണ്ണ വിളക്കിലുമൊക്കെ വിളക്ക് കത്തിച്ച കാലത്ത് വിളക്ക് മുകളിലോട്ടാണ്. ഇന്ന് കാര്യങ്ങളത് കിഴക്കാൻ തൂക്കായി, താഴോട്ടായി.
പിന്നെ ഒരു ഉദാഹരണം പറയാറുണ്ടായിരുന്നത്, അന്നൊക്കെ ഈ കല്ലിൻ്റെ അമ്മിയായിരുന്നു. കല്ലിൻ്റെ അമ്മിയാവുമ്പോൾ അമ്മി അവിടെ തന്നെ നിന്ന് അമ്മിക്കുട്ടി ഇങ്ങനെ ആടും. അമ്മി അവിടെ തന്നെ, അമ്മിക്കുട്ടി ഇങ്ങനെ ആടും അങ്ങോട്ടും ഇങ്ങോട്ടും, അടുക്കളയിൽ നിന്ന് ഉമ്മാമയൊക്കെ അരക്കുമ്പോൾ. പിന്നെ വലിയ ഡെവലപ്മെൻ്റൊക്കെ ആയി ഗ്രൈൻഡർ വന്നപ്പോഴോ നേരെ ഓപ്പോസിറ്റായി. അമ്മിക്കുട്ടി വലിയ ആളായി അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി, അമ്മി ഇങ്ങനെ കറങ്ങണം. അവസ്ഥ മാറി. കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആകും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വാചികമായ ഹക്കീക്കിയായ മാനയുണ്ട്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ്ട. അടിമപ്പെണ്ണ് ഉടമാനെ പ്രസവിക്കും അന്ത്യനാളാകുമ്പോൾ, അതിൻ്റെ ഇടയിൽ അത് സംഭവിക്കും. ഇസ്ലാം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആക്ച്വൽ എന്താ പറയുക, ഹക്കീക്കിയായ ഒരു സെൻസ് അതിനുണ്ട്. ഒരു സ്വതന്ത്രൻ അടിമ സ്ത്രീയെ വിവാഹം ചെയ്തിട്ട് ആ അടിമ സ്ത്രീ ഗർഭിണിയായാൽ എന്നിട്ട് പ്രസവിച്ചാൽ ആ അടിമ സ്ത്രീക്ക് ഉമ്മ വലത് എന്ന് പറയും. ആ കുട്ടി സ്വതന്ത്രനായി, യജമാനൻ മരിക്കലോടുകൂടെ ആ മാതാവും സ്വതന്ത്രയായി. അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാം കൊണ്ടുവന്നു. പക്ഷെ അതിൻ്റെ ഒരു ആലങ്കാരികമായ അർത്ഥം എന്താ? പണ്ടൊക്കെ മാതാപിതാക്കളെ മക്കളാണ് പേടിച്ചത്, ഇന്ന് മക്കളെ മാതാപിതാക്കൾക്ക് പേടിയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു ഉദ്ദേശം, മോൻക്ക് ഇഷ്ടാകൂല എന്ന് കരുതി ഉപ്പ മിണ്ടാണ്ടിക്കുക, മോള് മുഖം കറുപ്പിച്ചാലോ എന്ന് പേടിച്ച് ഉമ്മ മിണ്ടാതിരിക്കുക. ചെറിയ ആളുകൾക്ക് ഇഷ്ടമില്ലാതാവോ എന്ന് കരുതി പറയേണ്ടത് കമ്മിറ്റിക്കാർ പറയാതിരിക്കുക. അണികൾ ചൊടിച്ചു പോയേക്കുമോ എന്ന് കരുതി നേതാക്കന്മാർ മൗനം പാലിക്കുക. ഇതൊക്കെയല്ലേ നമ്മുടെ കാലത്തിന്റെ പൊതുവായ വിശേഷം. എവിടെയും, ഇവിടെ നല്ല എവിടെയും, ഏത് കാട്ടിലും ഏത് നാട്ടിലും അങ്ങനെയാണ്. കിഴുക്കാൻ തൂക്കായി. മക്കളെ പേടിക്കുന്ന ഉമ്മയും ഉപ്പയുമാണ്, മക്കളെ പേടിക്കുന്ന അമ്മയും അച്ഛനുമാണ്. അമ്മയും അച്ഛനും ഉണ്ടാക്കിയ സ്വത്ത് മക്കൾ അടിച്ചു മാറ്റി അമ്മാനെയും അച്ഛനെയും വൃദ്ധസദനത്തിലാക്കുമ്പോഴാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം വരുന്നത്, അൻതലിദൽ അമതു റബ്ബതഹ. കേരളത്തിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഏറ്റവും വൈഡ് സ്പ്രെഡിങ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹോസ്പിറ്റൽ വ്യവസായവും മറ്റൊന്ന് ഡേ കെയർ അഡൾട്ട് ഹോം സെന്ററുകളുമാണ്. പ്രായമായവരെ കൊണ്ടുപോയി തള്ളുന്ന കേന്ദ്രങ്ങളാണ്. അനുഭവിക്കേണ്ടവർ പുറത്ത്, കാത്തിരിക്കേണ്ടവർ അകത്ത്. എന്തിനേറെ സമയത്തിന്റെ സിസ്റ്റത്തിൽ പോലും നമ്മൾ മാറ്റം വരുത്തി. സമയത്തിന്റെ സിസ്റ്റത്തിൽ പോലും. ഇങ്ങോട്ട് തെക്കോട്ട് അത് എത്രത്തോളം ഉണ്ടായിന്നറിയില്ല. വടക്കോട്ടൊക്കെയുള്ളൊരു രീതി എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതിരിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ലോകത്തെ എല്ലാ സമൂഹങ്ങളെയും, വികസനമെത്തിയ എല്ലാ സമൂഹങ്ങളെയും ബാധിക്കാൻ തുടങ്ങി. നൈറ്റ് ലൈഫ് എന്നാണ് പേര്. ഹോട്ടലൊക്കെ തുറക്കുന്നത് രാത്രിയാണ്, ഷോപ്പൊക്കെ തുറക്കുന്നത് ഉച്ച മുതലാണ്. രാവിലെ സബഹി മുതൽ ഒരു 10-12 മണി വരെ എല്ലാ ഷോപ്പും ക്ലോസാണ്, എല്ലാ ഹോട്ടലും ക്ലോസാണ്. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ, ഉച്ചക്ക് 2 മണിയാകുമ്പോൾ, 5 മണിയാകുമ്പോൾ തുറക്കാൻ തുടങ്ങും. പൊലച്ചക്കത്തെ 4 മണി വരെ, പൊലച്ചക്കത്തെ 5 മണി വരെ, പൊലച്ചക്കത്തെ 2 മണി വരെ. ഉറങ്ങാൻ പറഞ്ഞ നേരം ഉണരുകയും ഉണരാൻ പറഞ്ഞ നേരം ഉറങ്ങുകയും ചെയ്യുന്ന സിസ്റ്റം എമ്മും ബിഎമ്മും മാറിപ്പോയി. അള്ളാഹു പറഞ്ഞത് എന്താ? വജഅൽന നഹാറ മആശ, പകലാണ് ജീവിതം തേടി പോകേണ്ടതെന്നാണ്. വജഅൽന ലൈല ലിബാസ എന്നാണ്. ഭാര്യയും ഭർത്താവും ഇണയും തുണയും പരസ്പരം വസ്ത്രമായി ഉറങ്ങേണ്ട സമയം രാത്രിയാണ് എന്നാണ്. വജഅൽന നൗമക്കും സുബാത, ഉറക്കത്തെ നമ്മളൊരു റിഫ്രഷ്മെന്റ് ആക്കി. രാത്രി ഉറങ്ങാതെ പകൽ എത്ര കടമ്പൂടിയാലും രാത്രി ഉറക്കത്തിന്റെ സ്ഥാനത്ത് എത്തില്ല. പകൽ ഉറങ്ങിയാൽ ആ ഉറങ്ങിയതിന്റെ കൂടി ക്ഷണം വരുന്നേ ഉള്ളൂ. അള്ളാഹു പ്രകൃതിയിലുണ്ടാക്കിയൊരു ബാലൻസ് ഉണ്ട്, താളമുണ്ട്. ആ താളം അടിമുടി ലംഘിച്ച് മുറിച്ച് പൊളിച്ചിട്ടാണ് പിന്നെ നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിക്കുന്നത്? കുറെ ആളുകൾക്കുള്ളൊരു പരാതിയാണ്, ദ്വാരന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല. എന്താണ്? അള്ളാഹു ഉണ്ടാക്കിയ സിസ്റ്റം മുഴുവനും അടിച്ച് പൊളിച്ച് 4 കഷ്ണാക്കി, പീസാക്കി,
വലിച്ചെറിഞ്ഞു. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇവിടെ ദുനിയാവിന്റെ ഹസനയെ നമ്മൾ തന്നെയാണ് 4 കഷ്ണാക്കിയത്. ടറഫൊക്കെ ഓപ്പൺ ആക്കുന്നപ്പോ രാത്രി 10 മണിക്ക് 12 മണിക്ക്. ടൂർണമെന്റ് ലോകകപ്പ് എപ്പോഴേ? അർദ്ധരാത്രികളിൽ. നമ്മൾ ഉറങ്ങുന്നപ്പോ 12 മണി 1 മണിക്ക്. ലാസ്റ്റ് സീനപ്പോ 1 മണിക്ക്. 1 മണി വരെ എന്താ വാട്സാപ്പിൽ പണി? സമുദായത്തെ ഉണ്ടാക്കൽ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി പടപൊരുതലാണ്. 1 മണി വരെ 2 മണി വരെ. എന്നിട്ട് സബഹി ഖലാഹായിട്ട് പിന്നെയും വന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പറയുന്നതാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. അള്ളാഹു എവിടെ ഉത്തരം തരാനാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ വലിയ പണ്ഡിതന്മാർ ഇശാ കഴിഞ്ഞാൽ ഒറ്റ ഉറക്കം. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൻ്റെ വർത്താനമില്ല. മഗ്രിബിൻ്റെ നേരത്തെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചു, ഇശാ കഴിഞ്ഞാൽ ഉറങ്ങും. അവർ എഴുന്നേൽക്കും എപ്പോന്നറിയോ? എഴുന്നേൽക്കുന്ന സമയം സ്വബഹിയുടെ തൊട്ട് മുമ്പാണ്. അവിടെയുമുണ്ട് ഈ ഹദീസിന് വലിയ അർത്ഥങ്ങൾ. അള്ളാഹിന്റെ റസൂലായ സമയം സ്വബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. ലോകത്തെ ഉണർത്താൻ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ച സമയം, ഇഖ്റ മുഴങ്ങിയ സമയം. സുബഹിയുടെ തൊട്ട് മുമ്പുള്ള അത്താഴത്തിന്റെ സമയം കാണാത്ത ആളുകൾക്ക് സ്വർഗത്തിലെ അത്താഴവും കാണാൻ കഴിയില്ല എന്നൊരു സൂഫി പറഞ്ഞല്ലോ. എല്ലാ വിത്തും പൊട്ടുന്ന സമയം, എല്ലാ പൂമുട്ടുകളും വിടരുന്ന സമയം സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയമാണ്. ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയം എന്ന് ഹദീസിൽ പറഞ്ഞ സമയം. ആ സമയം 1 മണിക്കൂർ ഏതെങ്കിലും ഒരു കുട്ടി പഠിച്ചാൽ, നമ്മൾ വായിച്ചാൽ, ശ്രദ്ധിച്ചാൽ, അതല്ലാത്ത സമയങ്ങളിൽ 10 മണിക്കൂർ കൊണ്ട് തലയിൽ കയറുന്നത് വലിഞ്ഞങ്ങ് കയറിക്കിട്ടും. അത്രയും മൂർച്ചയുള്ള സമയം. ആ സമയം മുഴുവനും നമ്മൾ കിടന്നുറങ്ങുന്നു. കേവലം ഹിറാ ഗുഹയിൽ ആദ്യമായി മുഖറബുൽ അംലാക്കിനെ അള്ളാഹുവിന്റെ റസൂൽ കണ്ട സമയമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യന്മാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ ഏറ്റവും പ്രകൃതി അനുയോജ്യമായ സമയമാണ് ആ സമയം. അതാണ് അതിൻ്റെ ഒരു മാതൃക. നട്ടപ്പാതിരാക്ക് 11 മണിക്കും 12 മണിക്കും 1 മണിക്കും അല്ലെങ്കിൽ നട്ടുച്ചക്കും വൈകുന്നേരവും കുത്തിവലിച്ച് പഠിക്കാനിരിക്കുന്നതിനേക്കാൾ സുബഹിയുടെ തൊട്ട് മുമ്പ് അരണ്ട വെളിച്ചം ഫിറ്റ് ചെയ്ത് വായിക്കുന്ന പുസ്തകത്തിലേക്ക് മാത്രം ലൈറ്റ് വെച്ച് കൊടുത്ത് ആ സമയം വായിച്ചാൽ അതായിരിക്കും കൂടുതൽ തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക് കൂടുതൽ വലിഞ്ഞു കയറുന്നത് എന്നുള്ളത് ഇന്നത്തെ അനുഭവമാണെങ്കിൽ ആ സമയത്ത് തന്നെ വഹിയമുണ്ടായി. ആ സമയത്ത് തന്നെ വഹിയമുണ്ടായി. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് എപ്പോഴാണ് തൗറാത്ത് കിട്ടിയത്? നട്ടുച്ചക്കല്ല കിട്ടിയത്, സുബഹിയുടെ മുമ്പാണ്. ഫറവോന്റെ നാട്ടിൽ നിന്ന് കിങ്കരന്മാർ കോപ്റ്റിക് കിബ്തിയെ വധിച്ചു പോയതിന്റെ പേരിൽ പിടിക്കപ്പെടും, അല്ലെങ്കിൽ തലക്ക് ഇനാം പ്രഖ്യാപിച്ച് കിങ്കരന്മാർ നടക്കുന്ന സമയം ഈജിപ്തിലേക്ക് നാടുവിടുന്നു കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഒപ്പമുണ്ട് പത്നിയായ സഫൂറ, ഗർഭിണിയായ പത്നി കൂടെയുണ്ട്. ആ പത്നിക്ക് പേറ് നോവായി, വഴിയറിയുന്നില്ല, നല്ല ഇരുട്ടാണ്. ആ സമയത്താണ് പറഞ്ഞത്, ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബ്സിൻ ഔ അജിദു അലന്നാരി ഹുദാ. എങ്ങനെയാണ് സഫൂറ ഒന്ന് കൈച്ചലായി കിട്ടുക? ഈജിപ്തിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്നറിയാതെ അള്ളാഹുവിന്റെ റസൂലാകാൻ നിമിത്തമുണ്ടായ മൂസയും പത്നിയും ഉഴറിയപ്പോ അങ്ങ് ദൂരെ ആരോ അതാ തീ കൂട്ടിയത് കാണുന്നു. ഇന്നി ആനസ്തു നാറാ, ഞാൻ അവിടെ പോയി ഒന്ന് തിരക്കി നോക്കട്ടെ ആരാണ് തീക്കായുന്നത് എന്ന്. നല്ല ഇരുട്ടാണ്, വാരിയാൽ കോരാൻ കിട്ടുന്ന കൂരിരുട്ടാണ്. ഞാൻ അവിടെ പോയി അജിദു അലന്നാരി ഹുദാ ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബ്സിൻ. അവിടുന്ന് ഞാൻ റാന്തൽ കൊണ്ടുവരാം,
ഔ അജിദു അലന്നാരി ഹുദാ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് വഴി ചോദിച്ചു വരാമെന്ന് പറഞ്ഞ് ആഗിലേനെ ഗേ ഔർ പയംബരി പായേ. അള്ളാഹിന്റെ ദീനിന്റെ അത്ഭുതം കലീമുല്ലാഹി മൂസയോട് ചോദിക്കണം. തീ കൊണ്ടുവരാനാണ് കലീമുള്ള പോയത്, നബിയായിട്ടാണ് തിരികെ വന്നത്, അതും രാത്രിയാണ്, സുബഹിയുടെ തൊട്ട് മുമ്പാണ്. ഒരു ഹദീസിന്റെ ഒരു ആശയത്തിന്റെ ഒരു വൈപുല്യം നോക്ക്. എപ്പോഴാണ് പഠിക്കേണ്ടത് എന്ന് പോലും ആ ഹദീസിൽ വരുന്നു. നമ്മളോ എമ്മിനെ പി എം ആക്കി, പി എമ്മിനെ എം ആക്കി, പകലിനെ രാത്രിയാക്കി, രാത്രിയെ പകലാക്കി, ഉണരേണ്ട നേരം ഉറക്കാക്കി, ഉറങ്ങേണ്ട നേരം ഉണർവിന്റെ സമയമാക്കി, അടുക്കേണ്ടതിനോട് അകന്നു, അകറ്റി നിർത്തേണ്ടതിനെ അടുപ്പിച്ചു വെച്ചു, നോ പറയേണ്ടതിനോട് യെസ് പറഞ്ഞു, യെസ് പറയേണ്ടതിനോട് നോ പറഞ്ഞു, കാലിൽ വെക്കേണ്ടതിനെ തലയിൽ വെച്ചു, തലയിൽ വെക്കേണ്ടതിനെ കാലിൽ വെച്ചു, അകത്ത് വെക്കേണ്ടതിനെ മുറ്റത്തിറക്കി, മുറ്റത്ത് വെക്കേണ്ടതിനെ അലമാറയിൽ കൊണ്ടുപോയി വെച്ചു, 1-ാം സ്ഥാനം നൽകേണ്ടതിന് 101 നൽകി, 101 നൽകേണ്ടതിന് 1-ാം സ്ഥാനം നൽകി. അന്തലിതൽ അമുതു റബ്ബതഹാ. അന്ത്യനാള് വരുമ്പോ അതായിരിക്കും ചിത്രം. വൈരുദ്ധ്യങ്ങൾ സംഭവിക്കും. ആരൊക്കെയാണോ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട്, മീഡിയക്കാരെ മുമ്പിൽ വന്നിട്ട്, ഏതൊക്കെ ലോക നേതാക്കളാണോ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്, അവരായിരിക്കും ഭൂമിയിൽ ഏറ്റവും വലിയ കാഠിന്യത്തിന്റെ വക്താക്കൾ, അല്ലേ? ചാനലുകാരെ മുമ്പിൽ വന്നിട്ട്, മീഡിയ പ്രസ് മീറ്റിങ്ങിൽ വന്ന്, വലിയ വലിയ സിംബോസിയങ്ങളിൽ വന്ന്, അന്താരാഷ്ട്ര വേദികളിൽ വന്ന് മനുഷ്യാവകാശത്തെയും ലോക സമാധാനത്തെയും കുറിച്ച് ഏതൊക്കെ ലോക വൻശക്തികളുടെ തമ്പുരാക്കന്മാരാണോ സംസാരിക്കുന്നത്, അവര് തന്നെയല്ലേ ഏറ്റവും വലിയ അണുവായുധ കച്ചവടക്കാരും, ഏറ്റവും വലിയ അണുബോംബിന്റെയും ഹൈഡ്രജൻ ബോംബിന്റെയും ഗോഡൌണുകൾക്ക് കാവലിരിക്കുന്നവരും. എല്ലാ രാജ്യങ്ങൾക്കിടയിലും യുദ്ധം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇന്ന് സമാധാനത്തിന് നോബൽ സമ്മാനം എനിക്ക് കിട്ടണമെന്ന് പറയുന്ന ആളുകൾ. അന്തലിതൽ അമുതു റബ്ബതഹാ. വായിലൊന്ന്, പുറത്തൊന്ന്, പറയലൊന്ന്, ചെയ്യലൊന്ന്. വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലതരിയായ ശാതി യതത്വാവലൂന ഫിൽ ബുന്യാൻ. ഇതൊക്കെ ലോകത്ത് പറയാൻ ഒരാൾക്കേ സാധിക്കൂ. ആർക്ക് എന്നറിയോ? സ്വാഹിബുൽ വഹി. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി കിട്ടുന്ന ഒരു മനുഷ്യനെ ഇത് പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് ആരൊന്നാമനായത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെന്താ പിന്നെ സലാത്തിന്റെ ജീവൻ പോയത്? മുഹമ്മദ് റസൂലുള്ളാഹി. ചിലത് നമ്മൾ ആലോചിക്കാഞ്ഞിട്ടാണ്. ഈ സൂപ്പിന്റെ എന്താ ഒരു ചൊല്ലില്ലേ, സൂപ്പിന്റെ ടേസ്റ്റ്. പൊതുവെ ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുത്ത് ഇങ്ങനെ ഒരു ഇൻഡോർ പരിപാടിക്കാണ് ഞാൻ പോകാറുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയലില്ല, എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കലുണ്ട്. നിങ്ങളും കൂടിയും വരണം എൻ്റെ ഒപ്പം. മറ്റൊരു റേഡിയോ പ്രസംഗമാവും. പിന്നെ എൻ്റെ പ്രസംഗത്തിനെ വിലയിരുത്തി ഇവിടെ ഇരിക്കുന്നില്ല നിങ്ങൾക്ക് അത്ര നേരം പോയിന്നേ ഉള്ളൂ. എനിക്കേതായാലും 11:02 ബസ്. എനിക്ക് ഇവിടുന്ന് പറയുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. നിങ്ങളുടെ നേരങ്ങ് പോയിക്കിട്ടും. അപ്പം അതുകൊണ്ട് മജ്ലിസുൽ ഇൽമാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ഓർക്കുന്ന സദസ്സാണ്, മരിച്ചു പോവേണ്ട ആയുസ്സാണ്. ഖബർ കടക്കുമ്പം വെളിച്ചമാകാൻ നിമിത്താകണം എന്നുള്ള നീയത്തോടെ ഇരുന്നാൽ ഇതൊരു കോടി ഉറുപ്പികൾക്കും കിട്ടാത്തൊരു മുതലാകും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ? സൂപ്പിന്റെ രുചി സ്പൂണിനറിയില്ല എന്ന് പറയും. പായസത്തിന്റെ മധുരം പാത്രത്തിനറിയില്ല എന്ന് പറയും. അതേപോലെ ഒരു സംഗതിയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു സത്യത, അതിൻ്റെ ഒരു തെളിച്ചം, അതിൻ്റെ ഒരു വ്യക്തത, അതിൻ്റെ ഒരു ആധികാരികത നമുക്കറിയില്ല. റസൂലുള്ളാഹിന്റെ ഒരു വാല്യൂ നമുക്കറിയില്ല. ഇതൊരു കഷ്ടമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയല്ല. ഈ ഹദീസിൻ്റെ ഒരു സാക്ഷാത്കാരം മനസ്സിലാക്കാൻ ഇത്ര നോക്കിയാൽ മതി. നമ്മുടെ മൊബൈൽ ഫോണിൽ 1950 ദുബൈ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന മനസ്സിലാവും. 2000 ദുബൈ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ ദുബൈ എന്ന് പറയുന്നത് ഞാൻ ദുബൈൻ്റെ ആളായിട്ടല്ല.
GCCയിലെ ഏറ്റവും വലിയ സിറ്റി ദുബൈ ആണല്ലോ. 2025 കൊച്ചിക്ക് തികയില്ല 2000 ദുബൈ. നിങ്ങൾ എൻ്റെ മുഖത്തിങ്ങനെ നോക്കണ്ട, ഡൗട്ട് ഉണ്ടേ നോക്ക്. 2025 കൊച്ചിക്ക് തികയില്ല വികസനത്തിന്റെ കാര്യത്തിൽ 2000 ദുബൈ സിറ്റി. ബാക്കി എന്തിനു പറയണം? ബുർജ് ഖലീഫ ഒക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. 950 പറയണ്ടല്ലോ. എണ്ണ കണ്ടുപിടിച്ചില്ലെങ്കിൽ സാമ്പത്തികമായി മിഡിൽ ഈസ്റ്റിന് അല്ലെങ്കിൽ ഗൾഫിന് GCCക്ക് ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. മലയാളികൾ ആദ്യമായിട്ട് പോയതും GCCയിലേക്കല്ല, ഇങ്ങോട്ടേക്കാണ്. മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും സിലോണിലേക്ക് വരെയാണ്. ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മൈൻഡ് ചെയ്യുന്ന രാജ്യ. ആലോചിച്ചോക്കണം. വെറുതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകും. നമ്മുടെ ഉപ്പാപ്പന്മാർ പോയ നാടാണ് സിലോൺ. വലിയ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽസ് ആയിരുന്നു അവിടെ. എന്നിട്ടും ആൾക്കാർ ഗൾഫിലേക്ക് പിന്നെ പോയത്. ഇപ്പോഴാണ് അവിടെ ഡെവലപ്മെന്റ് ഒക്കെ വന്നത്. പക്ഷേ ഇത് 2000 പോലും അവിടെ അത്രയും അവികസിത ആണെങ്കിൽ, ഇപ്പൊ 2025 ഗൾഫിൽ പോകാത്ത ആൾക്കാർ വിചാരിക്കും ഗൾഫ് എന്ന് പറഞ്ഞാൽ മുഴുവനും ഈ പറഞ്ഞ പോലെ എലാസ്റ്റിക്കും ഫൈബറും പൊന്നും പവിഴവും തന്നെയാണ്. 2025 തിരുവനന്തപുരം ജില്ലയുടെ വികസനം എത്താത്ത ഒട്ടനേകം റിമോട്ട് ഏരിയകൾ ഈ പറയുന്ന ഏറ്റവും വികസനമെത്തി എന്ന് പറയുന്ന GCCയിലെ UAE പോലും ഉണ്ടാവും. ബാക്കി സൗദിയും ഒക്കെ ഒഴിവാക്കി എന്ന് പറയണ്ട. അതാണ് അവിടെയുള്ള കഥ. പക്ഷെ അത് 1500 കൊല്ലം മുമ്പ് എങ്ങനെയായിരിക്കും ആ നാട്? പറയണ്ട. ആ നാടാണ് റസൂൽ അടയാളപ്പെടുന്നത്. തറൽ ഹുഫാത്ത, ചെരുപ്പില്ലാത്ത ഒരു ചെരുപ്പ്. വിശേഷ സന്ദർഭത്തിൽ മാത്രമേ അറബികളെന്ന് ചെരുപ്പ് ധരിക്കുള്ളൂ, സാധനം ഇല്ല. നമ്മളും അങ്ങനെ തന്നെ. അറബികളെ കുറ്റം പറയണ്ട, നമ്മളും അങ്ങനെ തന്നെ അല്ലേ? ഇന്ന് കുട്ടികൾക്ക് സുഭിക്ഷതയാണ്, ധാരാളിത്താണ്, ആർഭാടാണ്. എല്ലാവർക്കും വസ്ത്രത്തിന്റെ കൂമ്പാരാണ്. വസ്ത്രം അണിയുന്ന മുറിയിലേക്ക് ചെന്നാൽ കൺഫ്യൂഷനാണ്. ഏതാണ് ഇപ്പൊ ഇടുക, പിന്നെ ഏതണിയ, ഇതണിയണോ ഇതണിയണോ ഇതണിയണോ? കരൊപ്പിക്കുന്ന കുപ്പായൊക്കെ ഇന്ന് വന്നതല്ലേ, അന്നുണ്ടായിനോ? കുപ്പായത്തിന്റെ കളർ ഏതാണ്? അത് തന്നെ മുണ്ടിന്റെ കര, അത് തന്നെ വാച്ചിന്റെ സ്റ്റാപ്പിന്റെ പട്ടാന്റെ കളറ് ഏതാണ്? ചുരിദാറിന്റെ ഡിസൈൻ അത് തന്നെ, ചെരുപ്പിന് അത് തന്നെ, വളക്ക് അത് തന്നെ, മാലക്ക് അത് തന്നെ, അന്നന്ന് ഉപയോഗിക്കുന്ന ഫോണിന്റെ കേസ്, ഇതൊക്കെ ഇന്നുണ്ടായല്ലേ? ഏതാണ് അണിയേണ്ടത് എന്ന് അന്തിച്ചു നിൽക്കേണ്ട വിധം ആർഭാടം നിറഞ്ഞ വസ്ത്രമഹലുകളായി, ടെക്സ്റ്റൈൽസുകളായി വീടിലെ അളമാറകൾ മാറി. അന്നെങ്ങനേനു? ഏതാണ് അണിയേണ്ടത് എന്ന് കൺഫ്യൂഷൻ ആവുന്ന വിധം ഫുട്വെയർ തുടങ്ങാൻ മാത്രമുള്ള ചെരുപ്പുകളാണ് ഓരോ വീട്ടിലും. ഫുട്വെയർ തുടങ്ങാൻ മാത്രമുള്ള ചെരുപ്പുകൾ, ക്രോക്കറി തുടങ്ങാൻ മാത്രം ഇനിയും ബാക്കിയാവുന്ന പാത്രപ്പര, അത്രയും പാത്രങ്ങൾ അടുക്കളയിൽ, അതിൻ്റെ സ്റ്റോറൂമുകളിൽ. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. ആ അറബികളും പണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തവരാണ്. ഇന്നാണ് അവർക്കും നമുക്കുണ്ടായത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റസൂൽ പറയുന്നതാണ്, അങ്ങനെയുള്ള അറബികൾ യതഫാവലൂന ഫിൽ ബുന്യാൻ, കെട്ടിടമുണ്ടാക്കി മത്സരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചു പക്ഷേ ദീൻ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടൂല എന്നുള്ളൊരു തോന്നലുണ്ട്. അറബി ഭാഷ പഠിച്ചാലേ ഇസ്ലാമിൻ്റെ മധുരം കിട്ടും. അത് അറബിയുടെ ഒരു ട്രാൻസ്ലേഷനും ഒരു തർജ്ജമയും ഒരു ഇംഗ്ലീഷും ഒരു ടർക്കിഷും ഇസ്ലാമിൻ്റെ ആന്തരിക സൗന്ദര്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകില്ല. കാരണം ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഭാഷ അറബിയായതുകൊണ്ട്. ചിലപ്പോൾ ചില പുതിയ ആശയക്കാർ പറയും, വെള്ളിയാഴ്ചയൊക്കെ ഖുതുബ എന്തിനാണ് ഇങ്ങനെ അറബിയിൽ ഓതുന്നത്, മനസ്സിലാവുന്നില്ലല്ലോ. ഞാനതിൻ്റെ പ്രമാണം വെച്ചൊന്നും പറയുന്നില്ല, പരാക്ഷേപമല്ല. പക്ഷെ അത് ഫിലോസഫിക്കലി ഒരു നൺ സെൻസാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഭാഷ പഠിക്കൂ എന്ന് മുസ്ലിമീങ്ങളോട് പറയുന്നതിന് പകരം അറബി മാറ്റി നിങ്ങൾ മലയാളത്തിലാക്കൂ എന്ന് പറയുന്നത് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട് ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഫിലോസഫി. ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പൊ അവിടെയുള്ള വാക്കാണ് തത്വാവലൂന. തത്താവല എന്ന് പറഞ്ഞാൽ നീളം കൂട്ടി മത്സരിക്കുക. രണ്ടട്ടി ബിൽഡിങ്ങുകളില്ലാത്ത ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനം, അറബികൾ നീളം കൂട്ടിയ ബിൽഡിംഗ് ഉണ്ടാക്കി മത്സരിക്കും. ഇത് കേവലം ബുർജ് ഖലീഫയെ മനസ്സിൽ വെച്ച് പറയുന്നതല്ല. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ കോൺക്രീറ്റിന്റെ കാടുകളായി അറേബ്യ മാറിയ ഒരു കാലത്ത് 2036 സൗദി ലോകകപ്പ് നടത്താൻ പോകുന്ന പ്രപ്പോസ്ഡ് പ്ലാൻഡ് സിറ്റി ഇനി ഉണ്ടായിട്ട് വേണം. നിലവിൽ ഉണ്ടായ സിറ്റിയിലല്ല, KSAയിൽ 36 വേൾഡ് കപ്പ്. ജിദ്ദക്കടുത്തുള്ള കടൽ പൂഴിയിട്ട് മണലിട്ട് നികത്തിയിട്ട് കോണിഷ് ആറടംബര സിറ്റി കെട്ടിയിട്ട് ഇനി അതിൽ വേണം ലോകകപ്പ് നടത്താൻ. 890ഓളം മീറ്റർ പൊക്കമുള്ള ബിൽഡിംഗ് ഉണ്ട് ഗൾഫിൽ അറേബ്യയിൽ. 890ഓളം മീറ്റർ പൊക്കമുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. ഇനി അതിനേക്കാളും പൊക്കമുള്ള ബിൽഡിംഗ് വരും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ മണ്ണായ ഹിജാസിൽ. 5-10 കൊല്ലത്തിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് എത്ര? 35 റുപ്യ. മുകളിലോട്ട് ചുമരുമ കൂടി പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ മിനിമം ചാർജിന് പോയി വരാൻ പറ്റാത്ത ബിൽഡിംഗ് ഉണ്ട്. ഇങ്ങനെ മുകളിൽ വരെ എത്തിയിട്ട് മീറ്റർ നോക്കിയിട്ട് ഓട്ടോ ഡ്രൈവർ പറയും 60 റുപ്യേൻ്റെ ഓട്ടോ ഉണ്ട്. അതാണ് പറഞ്ഞതിൻ്റെ മലയാളം. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞതെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ 2 വിഷയം, ദീൻ മനസ്സിലാക്കാൻ 2 വിഷയം. ഒന്ന്, ആ പറഞ്ഞത് അങ്ങനെ തന്നെ പുലർന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. രണ്ടാമത്തേത്, ഇത് പുലരാത്ത കാലത്തെ സഹാബികൾ അത് കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് അത് അവിശ്വസിച്ചില്ല എന്നുള്ളത്. ആടെയാണ് ദീനിന്റെ മധുരം. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞോ, എന്നാൽ ഉണ്ടായിരിക്കും. അവരുടെ വിശ്വാസത്തിന്റെ ഒരു ബോധ്യം നോക്ക്. ഞാൻ ഇന്നലെ ആകാശത്തിന്റെ മുകളിൽ പോയി തിരിച്ചു വന്നു, അള്ളാനെ കണ്ടു, നിസ്കാരം കിട്ടി എന്ന് റസൂലുള്ള പറയുമ്പോഴേക്ക് ഇൻ കാലഫഖദ് സദഖ. അതാണ് അൽ ഇസ്ലാമു അത്തസ്ദീഖു ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറയുന്നതിനെ അപ്പടി വിശ്വസിക്കുന്നതിന്റെ പേരാണ് അൽ ഇസ്ലാം. അല്ലാതെ നാസ പറഞ്ഞു, മൈക്കിൾ എച്ച്ഹാർട്ട് പറഞ്ഞു, വള്ളത്തോള് പറഞ്ഞു, കുഞ്ചൻ നമ്പ്യാർ പാടി, അതൊക്കെ ഒരു പൊടിപ്പിനും തൊങ്ങലിനും ഒരു മല്ലി മസാല വിതറുകയാണ്. ഇസ്ലാമിന്റെ മർമ്മം അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചൊക്കെ, ഒരു 100 കൊല്ലം മുമ്പ് ഈ കടുവാപ്പള്ളി ഓലമേഞ്ഞ ഓടുമേഞ്ഞ പള്ളിയായിരിക്കുമല്ലോ, ഓലമേഞ്ഞ പള്ളിയായിരിക്കുമല്ലോ അന്ന് പറയുകയാണ്. ഇനി അതിനേക്കാളും ഗതിയില്ലാത്തൊരു കാലത്ത് പറയുകയാണ്, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളി, ഈ നാട് അമ്പരചുംബികളായ ബിൽഡിങ്ങുകളായി മാറുന്നു പറഞ്ഞാൽ, അന്ന് ആ പ്രസംഗം നടത്തിയ ഖതീബിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടാവുന്ന നാട്ടുകാർ പറയൂലേ, ഉസ്താദേ നിങ്ങളെ നമ്മൾ ജോലിക്ക് നിയമിച്ചു എന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ ഒന്ന് മയത്തിൽ തള്ളണം എന്ന് പറയൂലേ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് കാലത്താ റസൂലുള്ളാഹിന്റെ ഈ പ്രവചനം? ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും ഒരുപോലെ. അതാണ് ആ കാലത്തിന്റെ അവസ്ഥ സഹാബികൾ പറഞ്ഞത്. നമ്മൾ ഈ ഗാസാന്റെ ഒക്കെ ന്യൂസ് വായിക്കുന്നുണ്ടല്ലോ, അള്ളാഹു അവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. ഞാൻ ആരെയും ചെറുതാക്കുകയല്ല. ഹമാസിന്റെ പോരാളികൾക്ക് അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, ഗാസക്കാർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, എതിരാളികളെ അള്ളാഹു തകർക്കട്ടെ. പക്ഷെ അത് ചരിത്രപരമായ ആവർത്തനമാണ്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും സെയിം. എന്താ? ഞങ്ങൾ തിന്നുന്നതും പുല്ല്, ഒട്ടകം തിന്നുന്നതും പുല്ല്, രണ്ടും കറുകപ്പുല്ല്. കാഷ്ടം ഉണങ്ങിയാൽ അതും കറുപ്പ് കട്ട, ഞങ്ങളുടേതും കറുപ്പ് കട്ട. ഏതാണ് മനുഷ്യൻ കാട്ടിച്ചത്, ഏതാണ് ഒട്ടകം കാട്ടിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എന്ന് ഓർത്ത് പറഞ്ഞ സഹാബികളുടെ അനുയായികളുടെ പേരാണ് ലോക മുസ്ലിങ്ങൾ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടാൻ പാടില്ല. നമ്മൾ ഇന്ന് പാൽക്കുപ്പികളായി മാറി, അത് വേറെ വിഷയം. ഇന്ന് നമ്മൾ പാൽക്കുപ്പികളാണ്. അനുഭവങ്ങളില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, പരിവട്ടമില്ലാത്ത, പട്ടിണി അറിയാത്ത നോമ്പിനൊക്കെ നമ്മൾ വെറുതെ പറയും പട്ടിണി അറിയാനാണ് നോമ്പ്, വെറുതെ. നമുക്ക് ഗ്യാരണ്ടിയാണ് 6:40 ടേബിളിൽ മുഴുവനും ഓണപ്പൂക്കളം പോലെ സദ്യ ഉണ്ടാകുന്നു. ആ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് പകലിൽ നമുക്ക് നോമ്പ് നോക്കുമ്പോൾ ആവേശം. എല്ലാ ആവേശമൊന്നും ഉണ്ടാവില്ല.
ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ളിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളമോ എയർ ഡ്രോപ്പ് ചെയ്തെങ്കിൽ മാത്രം കിട്ടും എന്നാണ് അവസ്ഥയെങ്കിൽ റമദാൻ നോമ്പിന് ഈ പറയുന്ന ആവേശമൊന്നും ഉണ്ടാവില്ല. അവർക്ക് അനുഭവമുണ്ട്, നമുക്ക് അനുഭവമില്ല. വലിയ വലിയ സംഗതികളാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും ഒരുപോലെ എന്ന് പറഞ്ഞ ആ കാലത്ത് അള്ളാന്റെ റസൂൽ പറയുന്നു, കെട്ടിടമുണ്ടാക്കി മത്സരിക്കുന്ന അറബികൾ വരും. ആരും അവിശ്വസിച്ചില്ല, ആരും അതിശയോക്തി പറഞ്ഞില്ല, മയത്തിൽ തള്ളൂ എന്ന് പരിഭവപ്പെട്ടില്ല, മനസ്സാതിനെ നിരാകരിച്ചില്ല. അത് വന്നിരിക്കും, വിശ്വസിച്ചു. കാരണം എന്താണ്? ഇന്നല്ലാഹ ഖദ് സവ്വാലിയൽ അർള, ഈ ഭൂമിയെ അള്ളാഹു എനിക്ക് കോണാക്കി മടക്കി തന്നു. ഫറഅയ്തു മശാരികഹാ വ മഗാരിബഹാ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹഖീഖത്ത് മുഹമ്മദിയ മനസ്സിലാവലാണ് ദീനുൽ ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് സവ്വാലിയൽ അർള, ഈ കടലാസ് ഉണ്ടല്ലോ, ഇത് ഇങ്ങെന്നും മടക്കിയിട്ട് ഇങ്ങനെയും മടക്കി ഇങ്ങനെയും മടക്കി ഒരു ഫോൾഡറാക്കി ഈ ഭൂമിയെ മുഴുവനും ഒരു ചെറിയ ഒരു ഫോൾഡറാക്കി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു, ചുരുക്കി തന്നു. ഫറഅയ്തു മശാരികഹാ വ മഗാരിബഹാ, അതിന്റെ കിഴക്കും പടിഞ്ഞാറും ഞാൻ സമയദൂര പരിമിതികൾക്കപ്പുറം മനസ്സിലാക്കി. അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ ലൈവ് റിപ്പോർട്ടിംഗ് ആണ്. ആ ലൈവ് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യവും. അറബികൾ കെട്ടിടമുണ്ടാക്കി മത്സരിക്കും. ഞാൻ അറബികളുടെ കുഴപ്പമോ ദോഷമോ പറഞ്ഞതല്ല, ഒരു പുലർന്ന പ്രവചനം പറഞ്ഞതാണ്. ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കുകയും ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കുകയും ചെയ്ത, മഴ പെയ്താൽ ചോർന്നലിക്കുമെന്ന് സഹാബികൾ രേഖപ്പെടുത്തിയ പള്ളിയെക്കുറിച്ചും അതേ പ്രവചനം. ദജ്ജാൽ ചോദിക്കും, ആ പള്ളിയെക്കുറിച്ച് ലിമനിൽ കസറുൽ അബിയദു ഹാദാ, ഷോട്ടാക്കുന്നു, ഓടിപ്പോകും. നൂറുകണക്കിന് ഹദീസുകൾ. മദീനയിലെ മസ്ജിദിനെ നോക്കിയിട്ട് അവസാന കാലം ദജ്ജാൽ വരുമ്പോൾ ദജ്ജാൽ ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം, ഈ വൈറ്റ് പാലസ്? അത് പറഞ്ഞ കാലം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ പള്ളി, ഒരു കൂടാരം. എന്നിട്ട് റസൂൽ പറയുന്നതാണ്, ഈ കൂടാരം നോക്കിയിട്ട് കുറെ കാലം കഴിഞ്ഞാൽ ദജ്ജാൽ ചോദിക്കും, ആരതാണ് ഈ കൊട്ടാരം? ഖസ്റുൽ അബിയൽ എന്നുള്ള ഒരു വാക്കിന്റെ ആശയം തന്നെ സഹാബികൾക്ക് എങ്ങനെ മനസ്സിലാവും? അവർ ഈ വെള്ളക്കൊട്ടാരമൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. ഖുറാനിലൊക്കെ ഉണ്ടല്ലോ ബൽക്കീസിന്റെ കൊട്ടാരം. അന്നുണ്ട്, ലോക വൻശക്തിയൊക്കെ അന്നുണ്ട്. റോമൻ സാമ്രാജ്യം ഉണ്ട്, ബൈസന്റൈൻ ഉണ്ട്, സസാനിയൻ ഉണ്ട്, ആഫ്രിക്കയിൽ നേഗസ് ഉണ്ട്, യമനില് ഈ പറയുന്ന രാജവംശങ്ങളുണ്ട്. പക്ഷെ അവരെ നാട്ടിൽ കൊട്ടാരമൊന്നുമില്ല. പക്ഷെ 1500 കൊല്ലം കഴിഞ്ഞപ്പോ ഭൂമിയിലെ ഇന്ന് അമേരിക്കയിലെ പാർലമെന്റ് ആണല്ലോ വൈറ്റ് ഹൗസ്. അതിനേക്കാളും മനോഹരമായ വൈറ്റ് ഹൗസ് ആണ് മദീനയിലെ വൈറ്റ് പാലസ്. മദീനയിൽ നമ്മൾ പോവേണ്ടത് വൈറ്റ് പാലസ് കാണാനൊന്നുമല്ല, അത് വേറെ വിഷയം. മാർബിൾ മല കാണാനോ, സ്വയം പെരിയുന്ന കൊട കാണാനോ, തണുപ്പ് കിട്ടുന്ന ഫ്ലോറിൽ നിൽക്കാനോ ഒന്നുമല്ല, അത് വേറെ വിഷയം. പക്ഷേ മദീനയിലെ മസ്ജിദുൻ നബവി എന്താണെന്നൊരു വൈറ്റ് പാലസ്